നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാതെ ജീവിക്കാനാകുക എന്നത് ഒരു വെല്ലുവിളിയാകാറുണ്ടോ? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കാടിനരികിലാണ് ആ മരം വെട്ടുകാരനും കുടുംബവും താമസിച്ചിരുന്നത്. രാവിലെ കാട്ടിൽ പോയി മരം വെട്ടി അടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി വിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. ചില ദിവസം അയാളുടെ മകളും അച്ഛനെ സഹായിക്കാനായി കാട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ അയാൾ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. മകൾ അച്ഛൻ വെട്ടിയിട്ട മരങ്ങൾ വൃത്തിയായി ഒതുക്കി വയ്ക്കുന്ന തിരക്കിലും. അപ്പോഴാണ് ഒരു സിംഹം അതുവഴി വന്നത്. സിംഹത്തിന് അയാളുടെ മകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. സിംഹം അയാളോട് മകളെ തനിക്ക് തരാൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് അപകടം മനസ്സിലായി. തരില്ലെന്ന് പറഞ്ഞാൽ സിംഹം തങ്ങളെ കൊല്ലുമെന്നറിയാമായിരുന്ന അയാൾ സിംഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു: മകളെ ഞാൻ നിനക്ക് തരാം, പക്ഷേ നിന്റെ കൂർത്ത നഖങ്ങൾ അവൾക്ക് പേടിയാണ്. സിംഹം തിരിച്ചുപോയി. പിറ്റേ ദിവസം തൻ്റെ നഖങ്ങളെയെല്ലാം കളഞ്ഞു വന്നു. അപ്പോൾ അയാൾ അടുത്ത ആവശ്യം ഉന്നയിച്ചു: നിന്റെ പല്ലുകൾ അവൾക്ക് പേടിയാണ്, അതിനുകൂടി ഒരു പരിഹാരമുണ്ടാക്കൂ. പിറ്റേ ദിവസം പല്ലുകളും കളഞ്ഞ് സിംഹം തിരിച്ചെത്തി. അയാൾ പറഞ്ഞു: പല്ലും നഖവുമില്ലാത്ത നിന്നെ ആരെങ്കിലും സിംഹം എന്ന് വിളിക്കുമോ? ഒരു വടിയെടുത്ത് അയാൾ സിംഹത്തിനെ തല്ലി ഓടിച്ചു. ഇതൊരു വാമൊഴി കഥയാണെങ്കിലും ചിന്തനീയമായൊരു സാരാംശം ഇതിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനത്തിൻ്റെ അളവുകോലാണ് ഒരാളുടെ വ്യക്തിത്വം. എത്ര പ്രലോഭനപരമായ സാഹചര്യങ്ങളാണെങ്കിലും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാതെ ജീവിക്കാനാകുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം.